എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. എന്നെ സ്കൂളിലൊക്കെ ചേർക്കുന്നതിന് മുമ്പാണ് ഒരു രാവിലെ ഞാൻ ഉണർന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു അപരിചിതൻ അകത്തിരുന്ന് ചായ കുടിക്കുന്നു. പരിചിതരോട് തന്നെ കയറി സംസാരിക്കുന്ന സ്വഭാവമില്ലാത്ത ഞാൻ മിണ്ടാനോ മിണ്ടിക്കാനോ നിന്നില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ നിറയെ താടിയും മീശയുമുള്ള ആ മനുഷ്യനോട് എനിക്ക് എന്തോ ഒരടുപ്പം തോന്നിയിരുന്നു. ഇതെൻ്റെ ആരോ ആണ് എന്ന് ഹൃദയം മന്ത്രിച്ചു. അമ്മ കുളിപ്പിക്കുമ്പോൾ ഞാൻ രഹസ്യമായി ചോദിച്ചു, അത് ആരാ അമ്മേ? അത് എൻ്റെ അനുജൻ, നിൻ്റെ അമ്മാമൻ, വലിയ എഴുത്തുകാരനാണ് പവനൻ. അത് പറയുമ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ അഭിമാനം അലയടിച്ചിരുന്നു. ഈ അപരിചിതൻ ഇവിടെ തന്നെ കാണും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം ഞാൻ എന്താ വിളിക്കുക എന്നായിരുന്നു. ഞങ്ങളൊക്കെ കുഞ്ഞമ്പൂ എന്നാണ് വിളിക്കുന്നത്. നീ കുഞ്ഞമ്മാമൻ എന്ന് വിളിച്ചോ? താഴെ 2 അമ്മാമ്മന്മാർ കൂടി ഉണ്ടായിരുന്നുവെങ്കിലും അവരുമായി അങ്ങനെ പരിചയമില്ല. 2 പേരും അമ്മമ്മയുടെ കൂടെ ചെറുവത്തൂരായിരുന്നു താമസം. കുഞ്ഞമ്മാമൻ മദ്രാശി ജയകേരളം എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മറ്റ് പലതിലും എഴുതിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ദേശസ്നേഹം തലയ്ക്ക് പിടിച്ച് പട്ടാളത്തിൽ പോയതായിരുന്നു. അവിടെ നിന്ന് വന്ന് മദ്രാശിയിൽ കഴിയുമ്പോൾ നാട്ടിലേക്ക് വന്ന് പത്രപ്രവർത്തനം തുടരണമെന്ന ആഗ്രഹത്തോടെയാണ് കോഴിക്കോട്ടേക്ക് വന്നത്. കുഞ്ഞമ്മാമൻ വരുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം വരണമെന്നും വീട്ടിൽ തന്നെ താമസിക്കാമെന്നും അച്ഛൻ മറുപടിയും എഴുതി. കുഞ്ഞമ്മാമൻ എപ്പോഴും എഴുത്തും വായനയുമാണ്. ഒരു പ്രത്യേക അളവിൽ മുറിച്ച കടലാസിൻ്റെ ഒരു വശം മാത്രം എഴുതി കവറിലാക്കി പോസ്റ്റ് ഓഫീസിലേക്ക് പോകും. അച്ഛൻ്റെ ചാരുകസേരയിലിരുന്ന് ഒരു എഴുത്ത് പലകമേൽ വെച്ചിട്ടാണ് എഴുത്ത്. അക്ഷരം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞമ്മാമൻ എഴുതിയ കടലാസുകൾ വായിക്കാൻ ശ്രമിക്കും. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിരുന്നത് ആ എഴുതിയതിലൊന്നും തന്നെ ഒരു വെട്ടോ തിരുത്തോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. എഴുതിയതൊന്നും ഒരിക്കലും പകർത്തി എഴുതുന്നതും കണ്ടിട്ടില്ല. എപ്പോഴും എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. വലുതായാൽ ഇതുപോലെ എഴുതുകയും വായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. അമ്മ പറഞ്ഞു, എഴുതണമെങ്കിൽ നന്നായി വായിക്കണം. അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു. കയ്യിൽ കിട്ടിയ അച്ചടി മഷി പുരണ്ട അക്ഷരങ്ങളൊക്കെ ഞാൻ വായിച്ചു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കുട്ടികളുടെ മഹാഭാരതം മുഴുവൻ വായിച്ചിരുന്നു. ഒരുവിധമൊക്കെ വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. പവനൻ തൻ്റെ അനുഭവങ്ങളുടെ സംഗീതം എന്ന ആത്മകഥയിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ഓർമ്മകളുടെ ലഹരിയെപ്പോലെ വല്ലതുമുണ്ടെങ്കിൽ അത് പ്രേമത്തിൻ്റെ ലഹരി മാത്രമാണ്. ശരിയാണ്, ഓർമ്മയുടെ ലഹരി നുണഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇത് ബീത്തോവൻ്റെ സിംഫണിയല്ല, പവനൻ്റെ അനുഭവങ്ങളാണ് എന്ന കുറിപ്പോടെ കുഞ്ഞമ്മാമൻ എഴുതി പ്രസിദ്ധീകരിച്ച അനുഭവങ്ങളുടെ സംഗീതം എന്ന ആത്മകഥയുടെ 2ാം ഭാഗത്തിന് മുഖക്കുറി എന്ന പേരിൽ MT അതിമനോഹരമായ ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് വന്ന് പൗരശക്തി എന്ന പത്രത്തിൽ കുഞ്ഞമ്മാമൻ സബ് എഡിറ്ററായി ജോലി നോക്കാൻ തുടങ്ങി. ഉച്ചവരെ വീട്ടിലിരുന്ന് എഴുതും. ഉച്ചയ്ക്ക് ശേഷം പത്രം ഓഫീസിൽ പോകും. രാത്രി വരുമ്പോൾ ഒരു ഭാഗം മാത്രം അച്ചടിച്ച പത്രം കൊണ്ടുവരും. എൻ്റെ അയൽക്കാരൻ ബാലൻ അതിൽ വലിയ ചിത്രം വരയ്ക്കും. ബുദ്ധൻ്റേതായിരുന്നു കൂടുതലും വരച്ചിരുന്നത്. പൗരശക്തി ചേരുന്നതിന് മുമ്പ് ജയകേരളത്തിൽ വെച്ചു തന്നെ വയലളം PVN നായർ എന്ന പേര് ജയകേരളത്തിൽ എഡിറ്റോറിയൽ ബോർഡിൽ അന്നുണ്ടായിരുന്ന കവി P. ഭാസ്കരൻ സ്വന്തം ഇഷ്ടത്തിന് പവനൻ എന്ന് മാറ്റിയിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി, കുഞ്ഞമ്മാമൻ്റെ വെളിപ്പേരായിരുന്നു കുഞ്ഞമ്പൂ. യഥാർത്ഥ നാമം നാരായണൻ. തൊട്ടടുത്ത വീട്ടിൽ എഴുത്തുകാരൻ ചെക്കോടിയം. തൊട്ട് വടക്ക് ഭാഗത്തുള്ള കോമ്പൗണ്ടിൽ ദേവായനം എഴുതിയ ചിത്രകാരനായ MV ദേവൻ, KA കൊടുങ്ങല്ലൂർ. മലയാളത്തിലെ സാഹിത്യകാരന്മാരൊക്കെ സമ്മേളിക്കുന്ന ആ വീടിനെക്കുറിച്ച് ഇനിയും എത്രയോ പറയാനുണ്ട്.